ടൈം അലോൺ വിത്ത് ഗോഡ് എന്ന് പറയുന്നത് 1 മണിക്കൂർ ദൈവസന്നിധിയിലിരിക്കുക. 1 മണിക്കൂർ എന്തുകൊണ്ടെന്നാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം 2 രീതിയിൽ ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യാം. ഒന്ന്, രാവിലെ മോർണിംഗ് ഡിവോഷൻ കഴിഞ്ഞ് ധൃതിയായിരിക്കും, ഓഫീസിൽ എത്തണം, ട്രാഫിക്, അതെല്ലാം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലായിരിക്കും. സോ ടൈം അലോൺ വേണമെങ്കിൽ രാത്രി ചെയ്യാം, എല്ലാം കഴിഞ്ഞ് സ്റ്റിൽനെസ്സിനകത്ത് ടൈം അലോൺ ചെയ്യാം. രാവിലെ മോർണിംഗ് ഡിവോഷൻ, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ഇറങ്ങും. 2 രീതിയിൽ വേണം ടൈം അലോൺ ചെയ്യാൻ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പണ്ടൊക്കെ എനിക്ക് രാവിലെ ഓഫീസിൽ ബിസിനസ്സിൽ പോകണം. സോ മോർണിംഗ് ഡിവോഷൻ കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോകും. കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മീയം എന്ന് പറയുന്നത്, ആത്മീയത നമ്മുടെ പ്രായോഗിക ജീവിതത്തെ എഫക്റ്റ് ചെയ്യരുത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ചിലരങ്ങ് ആത്മീയതയെ അങ്ങോട്ട് കയറിയിട്ട് ഉത്തരവാദിത്തങ്ങൾ അങ്ങ് മറന്നു. അത് ഒരിക്കലും പാടില്ല. പെണ്ണുങ്ങളാണെങ്കിൽ വീട്ടിൽ ഭർത്താവിനെയും കുഞ്ഞിനെയും നോക്കാനുള്ള ചുമതല അവരുടേതാണ്. നിങ്ങൾ വലിയ വെളിപാട് പറഞ്ഞാലും വലിയ ദർശനം പറഞ്ഞാലും ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. അത് മറന്നിട്ടുള്ള ദർശനം കർത്താവിന് ഇഷ്ടമില്ല. എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പം 1 കപ്പ് ചായ ഇടാൻ്റെ പകരം അവിടെ അന്യഭാഷ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം ദാറ്റ് ഈസ് റോങ് സൈഡ് ഓഫ് സ്പിരിച്വാലിറ്റി. എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ മോർണിംഗ് ഡിവോഷൻ കഴിഞ്ഞ് ഐ വിൽ ഗോ ടു ബിസിനസ്. എന്താ, ബിസിനസ് ഇസ് മൈ ഡ്യൂട്ടി. സോ ആ സമയത്ത് ആത്മാവ് ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഐ വിൽ നോട്ട് ഫോർസേക്ക് ഇറ്റ്. അപ്പം എൻ്റെ റെസ്പോൺസിബിലിറ്റി ഇസ് വെരി, സ്പിരിച്വാലിറ്റി ഷുഡ് നോട്ട് ബി എ ഹിൻഡ്രൻസ് ടു യുവർ നാച്ചുറൽ ലൈഫ്. സോ ടൈം അലോൺ ചെയ്യേണ്ടത് എപ്പോഴും മോർണിംഗ് ഡിവോഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി റീഡിങ് ദ വേർഡ് ആൻഡ് അന്നത്തെ കർത്താവിൻ്റെ സന്ധിയിൽ ഡിക്ലറേഷൻ. മോർണിംഗ് ക്യാൻ ബി എ മോർണിംഗ് ഡിവോഷൻ ഷുഡ് ബി ഓഫ് ഡിക്ലറേഷൻ. ദിസ് ഇസ് ദ ഡേ ദാറ്റ് ദ ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ദൈവം നടത്തിയ വിധങ്ങളെ ഒന്ന് റിമെമ്പർ ചെയ്യുക. ദൈവവചനത്തിൽ ഒരു സങ്കീർത്തനത്തിൽ ദൈവം അവർ അൺതാങ്ക്ഫുൾ, നന്ദിയില്ലാത്തവരായതിൻ്റെ കാരണം ദൈവം ചെയ്ത നന്മകൾ അവർ മറന്നുപോയി. അപ്പം ദൈവം ചെയ്തത് നന്മയും മുഴുവൻ നമ്മുടെ ഒരു 10 സെക്കൻഡെങ്കിലും ഓർക്കുക. ആൻഡ് ഡിക്ലെയർ ദ വേർഡ്, ദിസ് ഇസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ് ഫോർ മീ, ഐ വിൽ ഡാൻസ് ആൻഡ് റിജോയ്സ് ഇൻ ഇറ്റ്. അങ്ങനെയുള്ള ഡിക്ലറേഷൻസ് ഓഫ് ദ വേർഡ്. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഇതെല്ലാം ദൈവവചനം. ആ ഡിക്ലറേഷൻ ഷുഡ് ബി ദ മോർണിംഗ് ഡിവോഷൻ. ടൈം അലോൺ എന്ന് പറയുന്നത്, ഇറ്റ് സ്റ്റാർട്ട്സ് ഓഫ് വിത്ത് ദ റീഡിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. നൗ നോർമലി ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 1 തെസ്സലോനിക്കലായിരിക്കും. 1 തെസ്സലോനിക്കൽ വാസ് supposed to be the first book written. ലെറ്റർ ആണ്. ഈ ഗോസ്പൽസ് പോലും എഴുതുന്നതിൻ്റെ മുമ്പേ തെസ്സലോനിക്കലിൻ്റെ ഒക്കെ എഴുതിയ ലേഖനമായിരുന്നു ആദ്യമേ. സോ വേർ ദ വേർഡ് ഓഫ് ഗോഡ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്പർ 1. നമ്പർ 2, ദ കീ ഓഫ് ബ്ലെസ്സിങ്ങും അവിടെ ഇരിപ്പുണ്ട്. ഈ തെസ്സലോനിക്കൽ എഴുതിയ ലേഖനത്തിൽ ആണ് അനുഗ്രഹത്തിൻ്റെ ഒരു താക്കോൽ അവിടെ ഇരിപ്പുണ്ട്. അത് 1 തെസ്സലോനിക്കൽ 2:13. 1 തെസ്സലോനിക്കൽ 2:13, 2 തെസ്സലോനിക്കൽ 2:13, ഇതൊക്കെ കീസാണ്. അപ്പം 1 തെസ്സലോനിക്കൽ 2:13 ദൈവവചനത്തിൻ്റെ പ്രസക്തി അവിടെ പറയുന്നുണ്ട്. വായിച്ചേ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ട്. അപ്പൊ അത് ഒരു മനുഷ്യൻ പറയുന്നതായിട്ടല്ല, ദൈവം എന്നോട് ഇടപെടുന്നതായിട്ട് ഞാൻ ഏറ്റെടുത്തു. ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം വചനം എഫക്റ്റീവ് എവിടെയാകുന്നേ? ഒരാളത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ. ദിസ് ഈസ് വൺ ഓഫ് ദ കീവേഡ്. സോ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ ബുക്ക് ഓഫ് തെസ്സലോനിക്കൽ. ഇത് എൻ്റെ അഭിപ്രായമാണ്. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എനി ബുക്ക്. അത് തെസ്സലോനിക്കൽ എഴുതിയ ലേഖനം 1-ാം അധ്യായം വായിക്കാൻ തുടങ്ങാൻ പോവാം. അപ്പം വായിക്കുന്ന മുമ്പേ ഏറ്റവും വലിയ അത്യാവശ്യം ടൈം അലോൺ വിത്ത് ഗോഡ് തുടങ്ങാൻ പോവാം. ടൈം അലോൺ വിത്ത് ഗോഡ് എന്ന് പറയുമ്പോൾ എന്നെ ഇത് മനസ്സിലാക്കി തരേണ്ട ആൾ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ചെറിയൊരു പ്രാർത്ഥന. പിതാവേ, എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്
ഈ വചനത്തിൻ്റെ വെളിപ്പാട് എനിക്ക് തരണേ. കാര്യം പിതാവ് ഹൃദയം തുറക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയം അണ്ടർസ്റ്റാൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഈ മത്തായി സുവിശേഷം 16 യേശു പത്രോസ് നീ ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, പിതാവ് നിന്നെ, പത്രോസ് നീ ഭാഗ്യവാൻ, പിതാവ് നിന്നെ വെളിപ്പെടുത്തിയത്. അപ്പോൾ പിതാവ് ഹൃദയം തുറക്കുന്നില്ലെങ്കിൽ നമ്മൾ ബൈബിൾ വായിച്ചാൽ നമ്മൾ സാധാരണ ഒരു പത്രം വായിക്കുന്ന പോലെ ആയിപ്പോകും. യേശു ക്രിസ്തു ആണെന്ന്, അല്ലെങ്കിൽ ക്രൈസ്റ്റിൻ്റെ ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അതാണല്ലോ ഇന്നലെ നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞല്ലോ, ക്രിസ്തു എന്ന മർമ്മം ഇതിനകത്ത് നിന്ന് മനസ്സിലാകണം. അത് മനസ്സിലാകണോ? പിതാവ് ഹൃദയം തുറക്കണം. യേശു ആരാന്ന് അറിയണോ? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയും പിതാവ് നമ്മുടെ ഹൃദയം തുറന്നാലേ ഈ എഴുതിയിരിക്കുന്നത്, ഈ വചനമാണ് ജീവൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ വചനം നോളജിനാണെങ്കിൽ അത് അപകടം. കാര്യം ആ ഈ വചനം നമുക്ക് പ്രയോജനമാകുന്ന എവിടെയാണെന്ന് ഞാൻ പറയാം. ഈ വചനം നമ്മിൽ ജീവനാകണം. ജീവനകത്ത് ആ വെളിച്ചം ഇരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4 വായിച്ചു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അവനിൽ ജീവൻ. അപ്പോൾ വചനം ആകുന്ന ഈ ക്രൈസ്റ്റിൻ്റെ അകത്ത്, യേശുവിൻ്റെ അകത്തെ വചനത്തിനകത്ത് എന്തിരിപ്പുണ്ട്? ജീവൻ ഇരിപ്പുണ്ട്. വായിച്ചു. ഇൻ ഹിം വാസ് ലൈഫ്. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി തീർന്നു. അപ്പോൾ ഈ വചനം എൻ്റെ അകത്ത് ജീവനും ചൈതന്യവും കൊണ്ടുവരണം. അല്ലാതെ ചീർപ്പല്ല കൊണ്ടുവരേണ്ടത്. ഈ വചനം മനസ്സിലാക്കും തോറും ഇറ്റ് വിൽ ബി ലൈഫ്. ആ ലൈഫിൻ്റെ ഗുണം എന്താ? ഇറ്റ് വിൽ ബിക്കം ലൈറ്റ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇഗ്നറൻസ് മാറും. യു ആർ ക്ലിയർ വെയർ യു ആർ ഗോയിങ്. ജീവൻ്റെ വെളിച്ചമാകും, ജീവൻ്റെ വെളിച്ചം. അപ്പം ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ ടൈം അലോൺ ചെയ്യുന്ന എന്തിനാ? ജീവൻ ഡ്രോ ചെയ്യാനാ, അവനിൽ വസിക്കാനാ. സോ ദാറ്റ് ഐ ക്യാൻ ഡ്രോ ദ ലൈഫ്. ഇത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ദ വേർഡ് ഓഫ് ലൈഫ്, ജീവൻ്റെ വചനമെന്ന് അല്ലേ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:16 പറയും, ആൻഡ് ദ വേർഡ് ഓഫ് ലൈഫ്. വേർഡ് ഓഫ് ലൈഫ്, ജീവൻ്റെ വചനം. അങ്ങനെയാണോ വായിച്ചത്? 15-16 മലയാളത്തിൽ വായിച്ചു. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചു. അപ്പോൾ ഈ വചനം നമ്മുടെ അകത്ത് ജീവനാണ്. ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം മുഴുവൻ ജീവനാണ്. ലിവിങ് ഹോപ്പ്, ജീവനുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ യേശുവായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ആ ടൈമലോട് കഴിഞ്ഞ് ഇറങ്ങുമ്പം നിങ്ങളുടെ മുഖം കണ്ടാൽ ആൾക്കാർക്ക് മനസ്സിലാകണം ദൈവത്തെ കണ്ടിട്ടിറങ്ങിയതാണ്. ദൈവത്തെ കണ്ടിട്ടിറങ്ങിയതാണ്. കാര്യം യു വിൽ ബി കാം, യു വിൽ ബി പീസ്ഫുൾ. കാര്യം എന്താ? യു ആർ ഡ്രോയിങ് ഔട്ട് ദ ലൈഫ്. അപ്പോൾ ജീവൻ്റെ വചനം, ജീവൻ്റെ വചനം. അപ്പോൾ ഇത് പ്രകാശനം തരുന്നതാണ്, ശോഭിക്കാൻ. ഇറ്റ് ബിക്കംസ് യുവർ ലൈറ്റ്. അതുകൊണ്ടാണ് യേശു യോഹന്നാൻ 6:63 പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ വചനം ജീവന. വായിച്ച് 6:63. യോഹന്നാൻ 6:63. മൈ വേർഡ്സ് ആർ സ്പിരിറ്റ്. അപ്പം എൻ്റെ സ്പിരിറ്റ് മാനിന്, എൻ്റെ അകത്തെ മനുഷ്യന് ജീവൻ വേണമെങ്കിൽ ആരുടെ വാക്ക് വേണം? ക്രിസ്തുവിൻ്റെ വാക്ക് വേണം. ക്രിസ്തുവിൻ്റെ വാക്ക് എവിടെ എഴുതിയിരിക്കുന്നത്? ലേഖനങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാനം ലേഖനങ്ങളിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ വചനം ബാക്കിയെല്ലാം വിടണോ? അല്ല. ഈ വചനം മുഴുവൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തിൻ്റെ ശ്വാസം അടങ്ങിയതാണ്, ദ ഹോൾ ബുക്ക്. പക്ഷേ എൻ്റെ അകത്തെ മനുഷ്യന് ചൈതന്യം ലഭിക്കുന്നത്, ധൈര്യം ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനത്തിലാണ്. അതുകൊണ്ട് യേശു പറയാണ്, വായിച്ചേ, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ഫ്ലഷ് ഒന്നിനും ഉപയോഗപ്പെടുത്തില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനും. ഇംഗ്ലീഷിൽ പറയുന്നത് ഇറ്റ് ഈസ് ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് എന്ന്, യേശുവിൻ്റെ വാക്കുകൾ. സോ നൗ ടൈം അലോൺ വിത്ത് ഗോഡിൽ ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ ഐ വോണ്ട് ദിസ് വേർഡ്. ഒരു വചനം വായിച്ച് ബൈബിൾ, ചിലരൊക്കെ പറയത്തില്ലേ, ഞാൻ 100 പ്രാവശ്യം ബൈബിൾ വായിച്ചു, ഞാൻ 5 പ്രാവശ്യം ബൈബിൾ വായിച്ചു. പക്ഷേ ആ ബൈബിൾ വായിച്ചതിൻ്റെ ജീവൻ കാണുന്നില്ല. ബൈബിൾ വായിച്ചതിൻ്റെ ദൈവത്തിൻ്റെ ആ നേച്ചർ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, സ്നേഹം കാണുന്നില്ല. ഇപ്പോഴും ഭയങ്കര വഴക്കും ദേഷ്യവും
എല്ലാം അറിയാവുന്നുള്ള ചിലർ വചനം കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ചിരിക്കത്തൊന്നുമില്ല, വളരെ ഘനശാലികളായിരിക്കുക, തലഘനമുള്ളവരായിരിക്കുക. അങ്ങനെ ആകരുത്. വചനം പഠിക്കുന്നതോറും നമ്മൾ സിമ്പിളായിക്കൊണ്ടിരിക്കും, നമ്മൾ മീക്ക്നെസ് വരും. ആ ടൈം അലോണിൻ്റെ ആദ്യത്തെ നിമിഷം എന്തായിരിക്കണം? ആദ്യത്തെ നിമിഷം ഈസ് എ പ്രെയർ. ഫാദർ, പിതാവേ, ഞാൻ ഈ വചനം വായിക്കാൻ പോകും. അപ്പം പിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പം ചില കൂട്ടർ, ഇവിടെ ഇത് ഞാൻ പറയുമ്പോൾ ചില കൂട്ടർ പിതാവേ ഉള്ളൂ, യേശുവിന് പ്രസക്തി ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. യേശു സർ, ഹീ ഈസ് എ മൈറ്റി ഗോഡ് ആൻഡ് ഗ്രേറ്റ് സേവിയർ. ഞാൻ ഇത് വളരെ തറപ്പിച്ച് പറയുന്നതിൻ്റെ കാര്യം, നമ്മൾ ക്രിസ്തുവിലാകുമ്പം പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരമാണ് നമ്മുടെ എൻട്രൻസ്. യേശുവിലൂടെ അല്ലാതെ ഒന്ന് രണ്ട് വചനം വായിക്കാം. ഞാനിത് പറയുന്നതിൻ്റെ കാരണം, യേശു പറഞ്ഞു, ഞാൻ തന്നെയാ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിനെ കാണാൻ മേല. 2 യോഹന്നാൻ 5:22-23 ഇത് നോട്ട് ചെയ്യണം. അതിൻ്റെ കാരണം, ദ റെലവൻസ് ഓഫ് ജീസസ്, യേശുവിനെ മാറ്റാനായി ഇതിനകത്ത് എല്ലാം പദ്ധതി. അപ്പോൾ തന്നെ വേറൊരു കൂട്ടരുണ്ട്, യേശു മാത്രം മതി, യേശു നാമക്കാരെന്ന് പറയും, യേശു മാത്രം മതി, പിതാവും വേണ്ട പരിശുദ്ധാത്മാവും വേണ്ട. അവിടെയാ തെറ്റ്. ഞാൻ പറഞ്ഞല്ലോ, സ്പിരിച്വാലിറ്റി ബാലൻസ്ഡ് ആയിരിക്കും. എന്താ വചനം പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാം. സോ യേശുവിനെ കുറിച്ചുള്ള റൈറ്റ് റെവലേഷൻ ഉണ്ടായിരിക്കണം. അപ്പം യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ 22 പറയാണ്, വായിച്ചേ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ, എല്ലാവരും പിതാവാം ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കണം. ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി മുഴുവൻ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പം പുത്രനെ ബഹുമാനിക്കാതിരുന്നാൽ ചെറിയ കുഴപ്പമുണ്ട്. ന്യായവിധി വരുമ്പം പിതാവ് ചെറിയ വിഷയം ഉണ്ടാക്കും അവിടെ. അതാണ് ഈ 2 യോഹന്നാൻ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ജസ്റ്റ് ഇതൊരു ഇൻട്രൊഡക്ഷനാണ്. സോ ഈ ടൈം അലോൺ ചെയ്യുന്ന മുമ്പേ ക്ലിയർ ആയിരിക്കണം തോട്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ടൈം അലോൺ ഈസ് വൺ ഓഫ് ദ ലൈഫ് വരണം. അല്ലാതെ വീണ്ടും ഞാൻ പറയാം, ഞാൻ വചനം അറിഞ്ഞു എന്നുള്ള ചീർപ്പല്ല വരേണ്ടത്. ഒരു ജീവൻ വരണം, സന്തോഷം വരണം. ചിലർ പ്രാർത്ഥന മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടാൽ കടന്തൽ മുഖത്ത് കുത്തിയതുപോലെ വരുന്നത്. ഇങ്ങനെ വലിയ എന്ന് പറഞ്ഞാൽ അവർ കുഞ്ഞുങ്ങിയ എങ്ങാനും പരിശുദ്ധാത്മാവ് ഇറങ്ങി പോകുന്നത്. ചിലരെ കണ്ടാൽ പേടിച്ചു പോകും. ചിലരുടെ നടപ്പ് കണ്ട അതുപോലെ അഭിഷേകം എന്നാണ് പറയുന്നത്. അവരുടെ അടുത്തോലും അയ്യോ ഇങ്ങനെ വാ തുറന്ന അങ്ങനെ പോയെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ പരിശുദ്ധാത്മാവ് ആനന്ദ തൈലമാണ്. നിങ്ങളും സന്തോഷിക്കും, നിങ്ങളുടെ ചുറ്റുമുള്ളവർ കൊതിക്കും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ. they will long to be with you. നോക്ക്, യേശു 2 യോഹന്നാൻ അതിൻ്റെ 1 അധ്യായമേ ഉള്ളൂ, 7-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചു കൊള്ളണം. പൂർണ്ണ പ്രതിഫലം കിട്ടാൻ സൂക്ഷിച്ചു കൊള്ളണം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഉപദേശത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ പിതാവുമുണ്ട് പുത്രനുമുണ്ട്. ആ പുത്രൻ എന്ന് പറഞ്ഞ ഏതോ സൃഷ്ടിയല്ല, മഹാദൈവം തന്നെയാണ്, മഹാദൈവമാണ്. എന്നിട്ട് പറയാം, താഴോട്ട് വായിച്ചു, ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നു എങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, കുശലം പോലും പറയരുതെന്ന്. കുശലം പോലും പറയാൻ പോകരുത്, എന്നാൽ കൈ പോലും കൊടുക്കരുത്, ഗ്രീറ്റ് ചെയ്യരുതെന്ന് എഴുതിയിരിക്കുന്നത്. ഇഫ് എനിവൺ കംസ് ടു യു ആൻഡ് ഡസ് നോട്ട് ബ്രിങ് ദിസ് ഡോക്ട്രിൻ, ഏത് ഡോക്ട്രിൻ? ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ്.
ഡു നോട്ട് റിസീവ് ഹിം ഇൻ യുവർ ഹൗസ് നോർ ഗ്രീറ്റ്. എന്നോട് വിശേഷം പോലും ചോദിക്കാൻ പോകരുത്. ദേ ആർ ഡിസീവേഴ്സ്, ദേ ആർ ആൻറ്റി ക്രൈസ്റ്റ്. നോക്കിക്കേ, 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 22 മുതൽ വായിച്ചു. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല. പുത്രനെ നിഷേധിച്ചാൽ എന്തില്ല? പിതാവുണ്ട്, പുത്രനില്ല എന്ന് പറയുന്നവരെ സൂക്ഷിച്ചോണം. അവരെ കേറ്റരുത്. അവരുമായിട്ട് കുശലത്തിന് പോലും പോകരുത്. ബിക്കോസ് ദേ ആർ അണ്ടർ എ ഡെല്യൂഷൻ. പിശാച് നോണക്കകത്ത് മനുഷ്യരെ അന്ധരാക്കും. കാര്യം അവർ ഈ വചനം ഈ ബൈബിൾ കൊണ്ട് തന്നെയാണ് വരുന്നത്. ദിസ് ഇസ് ദ സെയിം ബൈബിൾ ദ യൂസ്. പക്ഷെ ഇത് പറയത്തില്ല. 1-2 വചനം അവർ പറയും. യേശു പറഞ്ഞില്ലേ പിതാവ് സകലത്തിലും വലിയവൻ. യേശു പോലും പറഞ്ഞില്ലേ പിതാവ് വലിയവൻ. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ, പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിച്ചില്ലേ ദൈവം. ഇതൊക്കെ ചുമ്മാ നോൺസെൻസാണ്. അവൻ മഹാദൈവമാണ്. അതുകൊണ്ട് ലേഖനങ്ങൾ നിങ്ങൾ വായിക്കണം. സുവിശേഷങ്ങളിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം ഇസ് ഫുൾ ഓഫ് റെവലേഷൻ. അത് വായിക്കണം. വായിച്ചോ. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. പിതാവിലും വസിക്കും. അപ്പം ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പം ദ റെവലേഷൻ ഷുഡ് ബി ഫസ്റ്റ്. പ്രാർത്ഥിക്കണം. കർത്താവ് ഈ കേൾക്കുന്നത് ഗ്രഹിക്കണം. ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ മൈൻഡഡ് അല്ലെങ്കിൽ ഒരു ദോഷം. നമ്മൾ കേട്ടോ ഇതല്ലല്ലോ ഞാൻ കേട്ടെന്ന് പറയും. അല്ല, അവിടെ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. ബൈബിളിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഡിസേൺ ചെയ്യണം. വചനത്തിൻ്റെ അത് തന്നെയാണോ പറയുന്നത്. അപ്പം ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനോട്, പിതാവിനോട് പറയണം, പിതാവേ, യേശുവിനെ, ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തണം. ഞാനിത് വായിക്കുമ്പം ക്രിസ്തു എന്നിൽ വെളിപ്പെട്ട് വരണം. ആ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ എന്നെ ഇതിന് സഹായിക്കണം, അങ്ങാണല്ലോ എന്നെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞ് ടൈം അലോൺ വിത്ത് ഗോഡ് നമ്മൾ തുടങ്ങാൻ പോവുക. ടൈം അലോൺ വിത്ത് ഗോഡ് എല്ലാ ദിവസവും എവിടെയായിരിക്കണം? വെൻ യു ഹാവ് ടൈം ടു ബി അലോൺ വിത്ത് ഗോഡ്. ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ സമയമുള്ളപ്പോഴേ ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യാവുള്ളൂ. അത് 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂറിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, കുഡ് യു നോട്ട് പ്രേ വിത്ത് മീ ഫോർ 1 hour? ഈ 1 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ബാരിയറാണ്. ഈ 1 മണിക്കൂറാണ് നമ്മൾ ഫ്ലഷ് സ്ട്രഗിൾ ചെയ്യുന്നത്. കാണാൻ പറ്റില്ല. നമ്മൾ 15 മിനിറ്റ് വരെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വിഷയം പോയി. അരമണിക്കൂർ അങ്ങേയറ്റം, പിന്നെ ഭയങ്കര ടയറിങ്ങാണ്, ഉറക്കം വരുന്നു. ചിലർ എന്നോട് പറയും, തങ്കൂറെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പം അങ്ങ് ഉറക്കം വരിക. അപ്പം ഞാൻ പറയും, ആ സമയത്ത് കിടന്ന് ഉറങ്ങണം. കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ ഇരുന്നത് ഉറക്കം വന്നപ്പോഴാണ്. അതുകൊണ്ടാണ് അലേർട്ടായിരിക്കുമ്പം ഒന്ന് ഇരുന്നേ. അപ്പോൾ ടു ടൈം അലോൺ ഇസ് ടൈം ഓഫ് അലേർട്ട്നെസ്. എന്താ കാര്യം? എന്താ? യു ആർ ഗോയിങ് ടു ഡൗൺലോഡ് ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് വിച്ച് വിൽ ബിക്കം എ റെവലേഷൻ ആൻഡ് ഇറ്റ് വിൽ ബി ലൈറ്റ് ഓഫ് ലൈഫ്. ജീവൻ്റെ വചനമാണ്, ജീവൻ്റെ വെളിച്ചമാണ്. മറക്കരുത്, ജീവൻ്റെ വെളിച്ചം നമ്മിൽ വരാൻ പോവുക. സോ ജീവൻ, വെളിച്ചം, ജീവൻ രണ്ടുകൂടെ അകത്ത് വരുക എന്ന് പറഞ്ഞാൽ ചൈതന്യം. അപ്പം അതിന് ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. എനിക്കൊരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. ഷെഡ്യൂളിൻ്റെ ടൈം മാറിയാലും, കുറച്ച് എക്സ്റ്റെൻഡഡ് ആയാലും, സ്ട്രെച്ച്ഡ് ആയാലും, ഇതൊക്കെ ആരോടെ ഞാൻ പറയുന്നത്? ആഗ്രഹിക്കുന്നവരോടാണ് പറയുന്നത്. അപ്പം തുടങ്ങുക. പിതാവേ, ഞാൻ ബൈബിൾ വായിക്കാൻ പോകുക, എന്നോട് അങ്ങ് സംസാരിക്കണം. ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ഇതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തരണം. അപ്പം അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കാര്യം പിതാവ് വേണം വെളിപ്പെടുത്താൻ. അപ്പോൾ ആ സമയത്ത് എൻ്റെ മൈൻഡ് ഫ്രീ ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാവിലെ ഡിവോഷനാകാം, വൈകുന്നേരം ടൈം അലോൺ വിത്ത് ഗോഡ് ആകാം. വീട്ടമ്മമാരാണെങ്കിൽ രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം, ഭർത്താവ് ഓഫീസിൽ പോകണം, വീട്ടിൽ ജോലി ചെയ്യാനുണ്ട്, എന്ത് ചെയ്യണം? കുറച്ച് നേരത്തെ അങ്ങ് എഴുന്നേൽക്കണം.
5 മണിക്ക് എഴുന്നേൽക്കുന്നെങ്കിൽ 4 മണിക്ക് എഴുന്നേൽക്കണം. അപ്പോൾ നിങ്ങൾ ഓർക്കും ക്ഷീണം വരത്തില്ല. ഒട്ടും ക്ഷീണം വരത്തില്ല, ഒട്ടും ക്ഷീണം വരത്തില്ല. കർത്താവിൻ്റെ കൂടെ ഇരുന്നാൽ ഉറക്കം തൂങ്ങിയിരുന്നാലും എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. ക്ഷീണിച്ചായിരിക്കുന്നത്. ഇനി ഒരു മീറ്റിംഗ് കൂടെ എന്ന് പറഞ്ഞാൽ പക്ഷേ ഞാൻ ഏറ്റുപോയി. പക്ഷെ എഴുന്നേൽക്കുമ്പോൾ ബും എക്സ്പ്ലോഡ് ചെയ്യും. ലൈഫാണ്. കാര്യം എന്താ? ദിസ് ഈസ് ലൈറ്റ് ഓഫ് ലൈഫ്, ജീവൻ്റെ വെളിച്ചമാണ്. സോ ദിസ് ഈസ് വെരി എക്സൈറ്റിംഗ്. അപ്പോൾ തെസ്സലോനിക്കൽക്ക് എഴുതിയ ലേഖനത്തിലാണ് തുടങ്ങേണ്ടത്. ആദ്യമേ തെസ്സലോനിക്കൽക്ക് എഴുതിയ ലേഖനം. കാര്യം ദിസ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ. സോ ഐ എം ഗോയിങ് ടു റൈറ്റ്. അത് 1-ാമത്തെ അധ്യായം ഞാൻ വായിക്കാൻ പോവാം. അപ്പം 1 തെസ്സലോനിക്കൽ ഞാൻ വായിക്കാൻ പോവാം. പത്രം വായിക്കുന്നത് പോലെയല്ല. 1 തെസ്സലോനിക്കൽ 1-ാം അധ്യായം. ആ 1-ാം അധ്യായം 1 തെസ്സലോനിക്കൽ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കണം. 1-ാമത്തെ വാക്യം എന്താ? Paul, Silvanus and Timothy to the church of Thessalonians in God the Father and Lord Jesus Christ. Grace to you and peace from God our Father and the Lord Jesus Christ. ഇങ്ങനെ വേണം വായിക്കാൻ. ഒച്ചത്തി വായിക്കണം. അനി വായിച്ച ഒച്ചത്ത് 1, 2 ഒന്ന് വായിച്ചേ. പൗലോസും സിൽവാനോസും തിമോഥിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്ന നിങ്ങൾക്ക് കൃപയും. ഈ 2 വാക്ക് ഭയങ്കര എല്ലാ ലേഖനങ്ങളിൽ കാണും. കൃപയും സമാധാനം. കാര്യം സമാധാനം ദൈവരാജ്യത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അസറ്റാണ്. ചിലരുടെ മനസ്സിനകത്ത് പൈസ വലുതാണ്. പൈസയെക്കാളും വലുതാണ് സമാധാനം, ആരോഗ്യം, സമാധാനം, സന്തോഷം. അതൊക്കെ വെൻ യു ആർ റൂട്ടഡ് ഇൻ ദ വേൾഡ്. സോ ഇത് ഇങ്ങനെ വായിക്കാൻ തുടങ്ങും. സോ ഗിവിങ് താങ്ക്സ് ടു ദ ഗോഡ്. വായിച്ചേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും. അപ്പം എന്തോ ഒരു വാക്ക് കയറി പിടിക്കുക അല്ലേ? പ്രത്യാശയുടെ സ്ഥിരത. അപ്പം പ്രത്യാശയുടെ സ്ഥിരത. ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവും. അപ്പം ദൈവത്തെ നമ്മുടെ പിതാവും സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട. അപ്പം ദൈവത്താൽ സ്നേഹിക്കപ്പെടാം. അപ്പോൾ ഞാൻ ദൈവത്തിനാൽ സ്നേഹിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഇത് എന്നോട് വേണം വായിക്കാൻ, ഒച്ചത്തിൽ വേണം വായിക്കാൻ. വായിച്ചു. സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ. അപ്പോൾ ഇവിടെ എന്തോ ഒരു സംഭവം പിടിക്കണം. അപ്പം ഹോളി സ്പിരിറ്റ് കൂടെ നിൽക്കുമ്പം നമുക്ക് ഒരു 3-4 വാക്യത്തിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെയും പുറകോട്ട് പോകും, പിന്നെയും ഇങ്ങോട്ട് വരും. തെരഞ്ഞെടുപ്പ്, എലക്ഷൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് ബിലീവേഡ്. അപ്പം എന്തോ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ എങ്ങും പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഹോളി സ്പിരിറ്റ് ഹുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത വചനത്തിനോട് പോകണം എന്ന് പറഞ്ഞാൽ ഒരു അധ്യായം വായിച്ച് തീർക്കുന്നതിനകത്തല്ല, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോട് പെറുക്കി ഒരു വാക്ക് വായിക്കണം. പെറുക്കി ഓരോ വാക്ക് പെറുക്കുമ്പം അതിൽ ചിലത് കൊളുത്തും. അവിടെ നിൽക്കണം. അവിടെ നിന്നിട്ട് പിന്നെയും പ്രാർത്ഥിക്കണം. ഹോളി സ്പിരിറ്റ് എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഉടനെ ആ ഭാഗത്തിൽ നിന്ന് ഹോളി സ്പിരിറ്റ് വിൽ സ്റ്റാർട്ട് ടോക്കിംഗ് ടു യു. അപ്പോൾ എങ്ങനെ ടോക്ക് ചെയ്യുന്ന കേൾക്കാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ചിലപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വായിച്ചുകൊണ്ട് നോയിങ്, അപ്പോഴത്തേക്ക് എലക്ഷൻ എവിടെയോ എലക്ഷൻ വായിച്ചിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് പറഞ്ഞ എലക്ഷൻ എവിടെയാ? പത്രോസ്, നോ എലക്ട് ഓഫ് ഗോഡ്, ചോസൺ ബൈ ഗോഡ്. സോ ഇത് യു ആർ സ്റ്റാർട്ടിങ് നൗ സ്ലോലി ടു ഗോ ഇൻ ടു ദ വേൾഡ്. അപ്പം ഇവിടെ വരെ വായിച്ചു കഴിഞ്ഞു. കർത്താവിനോട് പ്രാർത്ഥിച്ചു. 1 തെസ്സലോനിക്കൽ എഴുതണം. 1 തെസ്സലോനിക്കൽ 1-ാം അധ്യായം 1, 2, 3 അവിടെ വരെ ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിനകത്തുനിന്ന് ദൈവം എന്നോട് എന്താ സംസാരിച്ചു?
ഞാനിപ്പം വായിച്ചപ്പോൾ റോഷൻ ഉടനെ ഒരു ബുക്ക് കൊണ്ടുവന്നത് ഇതാണ്ട് ഇത് റോഷനാട് ടൈം അലോൺ വിത്ത് ഗോഡ്. യു ഷുഡ് റൈറ്റ് തെസ്സലോനിക്കൻ. ഇത് അവിടെ പരിശുദ്ധാത്മാ എന്തൊക്കെ സംസാരിച്ചു. ഒന്ന്, ഞാൻ ബിലവഡ്, ഐ എം ദ ബിലവഡ് ഓഫ് ഗോഡ്, ഐ എം ചോസൺ, ഐ എം എലക്റ്റഡ്. എന്താ അവിടെ എന്താ ഇൻ ദ ലേബർ ഓഫ് ലവ്, പേഷ്യൻസ് ഓഫ് ഹോപ്പ്. അപ്പം പ്രത്യാശയ്ക്ക് ഒരു പേഷ്യൻസ് ഉണ്ട് എഴുതുക. പ്രത്യാശ ഈക്വൽസ് പേഷ്യൻസ്. അപ്പം എനിക്ക് പേഷ്യൻസ് ഉണ്ടാകണം പ്രത്യാശയിൽ. അപ്പം ഈ ഓരോ വാക്കും പെറുക്കണം, ഓടിച്ച് വായിക്കരുത്. ഇനി എഴുതുന്നത് ഒരു ലവ് ലെറ്ററാണ്. ഇത് ഞാൻ തുടങ്ങുന്നത് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. 2, താങ്ക് യു ഫോർ ദിസ് ഡേ. അപ്പം എന്തിനാ ജേണൽ ചെയ്യുന്നത്? ജേണൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവെ താങ്ക് യു, ഇന്നത്തെ ദിവസത്തിനായി നന്ദി. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അത് ഞാൻ എഴുതും എല്ലാ ദിവസവും. എൻ്റെ ഡയറിക്കകത്ത് ആദ്യത്തെ പാരഗ്രാഫ് അതായിരിക്കും, സ്ട്രെങ്തൻ മൈ ഇന്നർ മാൻ. എൻ്റെ അകത്തെ മനുഷ്യനെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണേ. കാര്യം എന്താ? എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ മാത്രമേ, ഓൺലി ദെൻ ഐ ക്യാൻ ബി ചോദിക്കുന്നതും നനയ്ക്കുന്നതും കിട്ടത്തുള്ളൂ ഫുൾനെസ് ഓഫ് ഗോഡ്. അതാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാം. ഇതൊക്കെ സീക്രട്ട് ആരോടും ഞാൻ പറഞ്ഞു കൊടുക്കാത്തതാണ്, നിങ്ങളോട് പറയുക. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾ തുടങ്ങിയാൽ യു വിൽ ബിക്കം അഡിക്റ്റഡ് ടു ജീസസ് ക്രൈസ്റ്റ്. ഇത് ഒരു അഡിക്ഷനാണ്. വെൻ യു സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ജീസസ്, ചിലർ പറയും ഹൗ ക്യാൻ യു സ്പെൻഡ് സോ മച്ച് അവർ. സ്നേഹിക്കുന്നവന് സമയം അറിയത്തില്ല. സ്നേഹത്തിൽ യു വിൽ ലൂസ് ദ സെൻസ് ഓഫ് ടൈം. അത് വരാനാണ് ഞാനീ പറയുന്നത്. വായിച്ചേ എഫീഷ്യർക്ക് ഇത് ലേഖനം 3:16. അതൊക്കെ ഞാൻ ഇത് എഴുതും. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ എഴുതും. അവൻ തൻ്റെ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ പകരം ഞാൻ പറയുന്നു, പിതാവേ അങ്ങയുടെ മഹത്വത്തിൻ്റെ ധനത്തിന് തക്കവണ്ണം എൻ്റെ ആത്മാവിനാൽ എൻ്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ എൻ്റെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും ഞാൻ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് ഉയരവും അറിയാൻ സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞാൻ എഴുതും. ഇത് എഴുതുമ്പോൾ തന്നെ യു വിൽ ഫൈൻഡ് സംതിങ് ഹാപ്പനിങ്. ഇത് എഴുതുമ്പോൾ തന്നെ ഗുണം എന്താ? എഴുതുമ്പോൾ ചിന്ത വല്ലയിടത്തും പോകാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഫ്ലഷ് ജഡത്തെ പിടിച്ച് ഇതിനകത്തോട്ട് കൊണ്ടുവരിക. യു ആർ റൂട്ടിങ് യുവർ മൈൻഡ്. ഫാദർ, സ്ട്രെങ്തൻ മൈ ഇന്നർ മാൻ. ഫാദർ, താങ്ക് യു ഫോർ ദിസ് ഡേ. ഫാദർ ഓഫ് മൈ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. എല്ലാ ദിവസത്തെ എൻ്റെ ഡയറി എങ്ങനെയാണ് തുടങ്ങുന്നത്? എല്ലാ ദിവസവും എൻ്റെ പ്രണയ ലേഖനമാണ്. താങ്ക് യു. സ്ട്രെങ്തൻ ഫാദർ, സ്ട്രെങ്തൻ മൈ ഇന്നർ മാൻ by your spirit with might, that I will be established in the love of God, that Christ will dwell by faith in my life, that I will be filled with all the fullness of God. ഇത് എല്ലാ ദിവസവും തുടങ്ങണം. അവിടെ എന്ത് വെയിറ്റ് ചെയ്യണം, എന്നിട്ട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ എന്നെ നിറയ്ക്കണം. എന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ അകത്തെ മനുഷ്യനെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണം. ഐ വോണ്ട് ടു ബി ഫിൽഡ് വിത്ത് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്. യു സ്റ്റാർട്ട് ടോക്കിംഗ്. പെൻ അവിടെ വെച്ചിരിക്കുക. അടുത്തത്, പിന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, കർത്താവേ ഇന്ന കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് നൗ യുവർ ഇൻറ്റിമേറ്റ് ലെറ്റർ വിത്ത് ജീസസ്. ഇൻറ്റിമേറ്റ് ലെറ്റർ വിത്ത് ജീസസ്. ഞാൻ ആദ്യ കാലങ്ങളിൽ എഴുതുമായിരുന്നു, ഇന്നും എഴുതും. കർത്താവേ, അങ്ങയുടെ നാമം ലോകമെമ്പാടും എന്നിലൂടെ അറിയണം. ഞാൻ എൻ്റെ സഭ പണിയും എന്ന് അങ്ങ് പറഞ്ഞല്ലോ. സ്വർഗീയരുന്ന ആ സഭയാക്കി. ദാറ്റ് ഈസ് മൈ ഇൻറ്റിമസി. അത് ഞാൻ ആർക്കും കാണിക്കത്തില്ല.
കാര്യം എന്താ, ഇത് എൻ്റെ ബെഡ്റൂമായിപ്പം ഞാനും യേശുവും തമ്മിൽ ഇൻറ്റിമസി. ആൻഡ് യു ഷുഡ് കീപ്പ് ഓൺ റൈറ്റിംഗ്. ആ പേജ് അവസാനിപ്പിക്കുന്ന പോലെ. വിച്ച് മീൻസ് ബൈ ദ ടൈം യു ഹാവ് ഫിനിഷ്ഡ് റൈറ്റിംഗ്, I am sure you will be lost in his presence. Now comes എഴുതി കഴിയുമ്പം you are now into the presence of God. You are now in the inner chamber, which will lead you to the upper chamber. Now you are in the inner chamber ലോട്ട് കയറുന്ന ഒരു അനുഭവമാണ്. And there you will hear a voice, be still and know that I am God. Be still. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയുക. അവിടെ ഈ ഡയറി ഇവിടെ എഴുതി കഴിയുമ്പം ക്ലോസ് യുവർ ഐസ്. അപ്പോഴത്തേക്ക് യു ആർ ഗോൺ. കാര്യം എന്താ, യു റോട്ട് യുവർ പേഴ്സണൽ ചലഞ്ചസ്, യുവർ പേഴ്സണൽ ഡയറി. കർത്താവേ, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇത് അത്. കർത്താവേ, ഇതൊക്കെയാണ് എൻ്റെ വിഷ്. ഇതാ, I know I love you so much. I love you. You are my redeemer. You are my savior. You are my lover. You are my best friend. You are my husband. You are my all in all. You are my everything. It's pouring your heart to Jesus in a love. എഴുതണം. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ യു ആർ ആ സമയത്ത്, ബിലീവ് മീ, ടൈം അലോൺ എഴുതി കഴിയുമ്പോൾ എനിക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കണം. യു വിൽ ബി ലോസ്റ്റ്, ബ്ലോൺ ഓഫ്. അവിടെ ആ ബ്ലോൺ ഓഫ് ലെവലിൽ എത്തുമ്പം യു ആർ സ്റ്റിൽ. ആൻഡ് then the deep starts to speak unto the deep. ആഴത്തോട്, ഞാൻ പറഞ്ഞല്ലോ, പ്രണയത്തിലിരിക്കുന്ന ഒരു ഭാര്യ ഭർത്താവ്, ഭയങ്കര സ്നേഹമാണ്. അനി എന്നെ നോക്കിയാൽ അനി എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞാൻ അനിയെ നോക്കിയാൽ അനിക്കറിയാം. അവിടെ സംസാരമില്ല. ഒരു ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് കാണുമ്പോൾ അറിയാം അദ്ദേഹം പറഞ്ഞു വരുന്ന മെസ്സേജ് മുഴുവൻ. ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ കാണാൻ മേലെ, ഭാര്യ ഭർത്താവിനെ നോക്കുമ്പം ഉടനെ നമുക്കറിയാം, എന്തോ വരുന്നവർക്കറിയത്തില്ല. പക്ഷെ പ്രണയത്തിലായിരിക്കുന്ന, സ്നേഹത്തിലിരിക്കുന്ന ഭാര്യയും ഭർത്താവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർ മുഖാമുഖം കാണുമ്പോൾ ദേ ആർ ടോക്കിംഗ് ഫേസ് ടു ഫേസ്. അവരുടെ കണ്ണാ സംസാരിക്കുന്നത്, അവരുടെ ഹൃദയമാ സംസാരിക്കുന്നത്. വാ മിണ്ടാതിരിക്കുക. ആ ലെവലാണ് സ്റ്റിൽനെസ്. വെൻ യു വിൽ സീ ജീസസ്, ഐ ടെൽ യു, ഈ ടൈം അലോണിനകത്ത് യു വിൽ സീ ജീസസ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ ഒരു നാളും കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് തെറ്റാ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സാക്ഷി യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതാ. അതുകൊണ്ട് കർത്താവിനെ കാണാനുള്ള സാധ്യത. ദിസ് ഈസ് ദ ടൈം ഓഫ് എക്സ്പെക്റ്റൻസി. യു വിൽ സീ ഏഞ്ചൽസ്. You will see Jesus. You will see God the Father. You can now starts that supernatural time. അപ്പം you are so excited and energized. ഉറക്കമൊക്കെ പോവും, എക്സൈറ്റ്മെൻ്റ് ആകും. കാര്യം എന്താ, now you are in the stillness of God. You are in the stillness of God. അത് കഴിഞ്ഞ് you will feel, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, that the Holy Spirit is slowly lifting off, meaning the time alone with God is getting over. When you are in His presence, ഇപ്പം I know, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്ലാങ്കറ്റ് വീണ് കഴിഞ്ഞിരിക്കുക. And when the blanket falls, it is so tasty. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ആദ്യമേ സ്ട്രഗിൾ ചെയ്യുമായിരിക്കും. ആദ്യമേ ഞാൻ ഈ പറഞ്ഞ ഒന്നും തോന്നത്തില്ല. പക്ഷെ വിടരുത്. പേഷ്യൻസ്. തെസ്സലോനിക്കയിൽ നിന്ന് വായിച്ച എന്തായിരുന്നു? ഒറ്റ വാക്ക് അതിനകത്ത് നമുക്ക് കിട്ടി. ലേബർ ഓഫ് ലവ്, പേഷ്യൻസ് ഓഫ് ഹോപ്പ്. പേഷ്യൻസ് ഓഫ് ഹോപ്പ്. ഐ വിൽ ഹോപ്പ് വിത്ത് പേഷ്യൻസ് ദാറ്റ് ഐ വിൽ റിസീവ് ദിസ്. then you will start talking to Jesus. ഹൃദയപൂർവ്വമായി, കർത്താവെ അറിയാമല്ലോ ഇതൊക്കെ ചെയ്യേണ്ടി എനിക്ക്, അതിനുള്ള ബലം. ഡീപ്പ് സ്പീക്സ് അൺ ടു ഡീപ്പ്. വാട്ട് എ ഗ്ലോറിയസ് ലൈഫ്. ഞാൻ വീണ്ടും പറയാം, ഈ വചനം ജീവനാ.
The word is the light of life. It has life. Chaitanyam. I can already feel such a love and fire of the Holy Spirit here and in you. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. I can know. ഇത് ഞാൻ ഈ പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് കർത്താവിനോട് സംസാരിക്കുമ്പോൾ എന്തൊരു അനുഭവമാണ് ഓർത്ത് നോക്കിക്കേ. യു വിൽ ബി അഡിക്റ്റഡ്. ഞാൻ പറഞ്ഞ ചുമ്മാ പറയല്ല. യു വിൽ ബി അഡിക്റ്റഡ് ടു ജീസസ്. ആൻഡ് ദിസ് അഡിക്ഷൻ ഈസ് സോ ഗുഡ്. ഈ ലഹരി ഭയങ്കര ഗുണമുള്ളതാണ്. that you will communicate, you will be aware. എന്നിട്ട് ഈ ടൈം അലോൺ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങുമ്പോൾ you are clothed with his glory, clothed with power, clothed. ഇന്നർ ചേംബറുടെ മെസ്സേജിൻ്റെ ആദ്യത്തെ ദിവസങ്ങൾ ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞിനെയൊക്കെ പിടിച്ച് ഇരുത്തി സ്കൂളിൽ വിടുക അമ്മ. വായിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഡ്രസ്സൊക്കെ ചെയ്ത് മോനെ ഇന്ന് വരുമ്പോൾ ഞാൻ 5 സ്റ്റാർ വാങ്ങിച്ചു തരാം, ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പം എന്ത് ധൈര്യത്തോടെ കുഞ്ഞിറങ്ങുന്നത്. അതുപോലെ അന്നത്തെ ദിവസത്തിന് മുഴുവൻ യുവർ ലൈഫ് വിൽ ബി ചാർജ്ഡ് വിത്ത് ലൈഫ് ആൻഡ് യു വിൽ ലൈറ്റൻ അപ്പ്. എന്ന് പറഞ്ഞാൽ എന്താ? അറിവില്ലായ്മ മുഴുവൻ അങ്ങ് മാറും, ഇഗ്നോറൻസ് മുഴുവൻ അങ്ങ് പോകും. യേശു നല്ലവനല്ലേ? യേശു സിമ്പിൾ അല്ലേ പ്രിയമുള്ളവരെ? എൻ്റെ ആഗ്രഹം എന്നെപ്പോലെ തന്നെ നിങ്ങളും യേശുവിൻ്റെ പ്രാന്തനാകണമെന്നാണ്. യേശുവിന് വേണ്ടി പ്രണയത്തിൽ അങ്ങ് മുങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഐ ടെൽ യു, ലോകത്തിലെ മുഴുവൻ സമ്പത്ത് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വെച്ചാലും നിങ്ങൾ പറയും എനിക്ക് യേശു മതി. കാരണം ഞാൻ ഈ പറയുന്ന അനുഭവം ചെറുതല്ല. ഇറ്റ് ഈസ് സച്ച് എ ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് സച്ച് എ ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യാനോ ഇതിന് തുല്യമായി ലോകത്തിലൊന്നുമില്ല. പണത്തിന് പറ്റത്തില്ല, ബന്ധങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒരു പുതിയ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ, ഇനി ഞാൻ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. What I matters is I am a new creation and my Lord is Jesus. I'll tell you, this is a whole new world. ഒരു പുതിയ, അതുകൊണ്ടാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാത്തവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് പറഞ്ഞത്. നോക്ക്, ഒരു കുഞ്ഞ് 9 മാസം അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പം വെളിച്ചമില്ല, ഒന്നുമില്ല, ഡാർക്കാ, വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടക്കുക. അമ്മയുടെ അംബ്ലിക്കൽ കോർഡ് വഴി തനിക്ക് ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ പ്രസവിക്കുമ്പോൾ പുതിയൊരു ജീവിതം, വെളിച്ചം, സ്വയമേ ശ്വാസം എടുക്കാൻ തുടങ്ങുന്നു. ആ മിസ്റ്ററി ഇന്നും മെഡിക്കൽ സയൻസിന് പിടികിട്ടിയിട്ടില്ല പ്രിയമുള്ളവരെ. ഞാൻ ഒത്തിരി ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ദാറ്റ് ഈസ് എ മിസ്റ്ററി. വെള്ളത്തിൽ കിടക്കുന്ന ആ കൊച്ച് വെളിയിൽ വരുമ്പം ഒരടി അടിക്കുമ്പം ശ്വാസം എടുക്കുന്നു. ഈ ലങ്സിനകത്ത് എങ്ങനെയാണ് വെള്ളം കയറാതെ? ഇത്ര നാളും ആ വെള്ളത്തിനകത്തല്ലേ കുഞ്ഞ് കിടന്നേ. ഇത് മിസ്റ്ററിയാ, മിസ്റ്ററി. അറിയത്തില്ല, സയൻസിനൊന്നും ഇതിന് മറുപടിയില്ല. ഹൗ ഇറ്റ് ഹാപ്പൻസ്. ഇതൊന്നും പരിണാമമല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഇറ്റ് ഈസ് സോ ആ സൃഷ്ടിയുടെ രാജ്യത്തിലോട്ട് നിങ്ങൾ പ്രവേശിക്കുക. ടൈം അലോൺ വിത്ത് ഗോഡിനകത്ത് യു ആർ നൗ ഇൻ എ ഡിഫറെൻറ്റ് വേൾഡ്. അതുകൊണ്ടാണ് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കേണ്ടത്. ഇനി കഴിഞ്ഞ ദിവസങ്ങൾ പോലെ വയറ്റിനകത്ത് ഇരുട്ടത്ത് വെള്ളത്തിനകത്തല്ല കിടക്കുന്നത്, വെള്ളത്തിൽ നിന്ന് വെളി വന്നു, കണ്ണ് തുറന്നു, വെളിച്ചമായി. ജീവൻ്റെ വാക്കായി എന്നെ ഇനി സാറ്റിസ്ഫൈ ചെയ്യണോ? എനിക്ക് ജീവൻ്റെ വചനം കിട്ടണം. വചനമില്ലാതെ എൻ്റെ അകത്തെ മനുഷ്യൻ പെടയ്ക്കും. ജീവൻ്റെ വചനം താ എനിക്ക്. ഗിവ് മീ ദ ഫുഡ് വിച്ച് ഈസ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ ലൈറ്റ് ഓഫ് ലൈഫ്. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ്. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ്. ഐ നോ ആൻഡ് ഐ നോ സംതിങ് ഈസ് ഹാപ്പനിങ് എവറിവെയർ. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, ഐ നോ യു വിൽ ഫോൾ ഇൻ ലവ്. യേശുവായിട്ട് പ്രണയബന്ധത്തിലൊന്ന് ആയിക്കേ. അത് കഴിഞ്ഞാൽ പിന്നെ ആരെന്നാ പറഞ്ഞാലും മൈൻഡ് കാണത്തില്ല, വിഷമമില്ല, പരാതിയില്ല. ഒന്നിനും സുവിശേഷവേല കാരണം ഞാൻ കഷ്ടപ്പെടുന്നു പറയത്തില്ല. ഇതൊരു ആനന്ദമാണ്. കഷ്ടപ്പെടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ, ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എൻ്റെ നാഥന്, എൻ്റെ കർത്തന്, എനിക്ക് വേണ്ടി മരിച്ചവന്, എൻ്റെ പ്രാണപ്രിയന്. ഹീ ഈസ് മൈ ലോർഡ്, ഹീ ഈസ് മൈ മാസ്റ്റർ, ഹീ ഈസ് മൈ സേവിയർ, ഹീ ഈസ് മൈ ലവർ, ഹീ ഈസ് മൈ ഫ്രണ്ട്, ഹീ ഈസ് മൈ ഹസ്ബൻഡ്, ഹീ ഈസ് മൈ ഓൾ ഇൻ ഓൾ, ആൻഡ് ഹീസ് നെയിം ഈസ് ജീസസ്.